ഗ്രേ മീഡിയസിലേക്ക് സ്വാഗതം. 2022 മാളികപ്പുറമായിരുന്നുവെങ്കിൽ 2024 മാർക്കോയിലൂടെ ഉണ്ണി മുകുന്ദൻ തരംഗം സൃഷ്ടിക്കുകയാണ്. മലയാള ഫിലിം ഇൻഡസ്ട്രിയിൽ മറ്റൊരു സൂപ്പർ മെഗാ ഹിറ്റ് ഇവിടെ പിറക്കുകയാണ്. ഡിസംബർ മാസം 2024 അവസാന സൂപ്പർ ഹിറ്റ് പിറക്കുന്നു. നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തരണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് ഇതിനിടയിൽ. എന്താണേലും സിനിമയുടെ ഈ ഒരു ദിവസം രണ്ടാം ദിവസത്തെ കളക്ഷൻ കാര്യങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് എടുത്തു പറയാനുള്ള ബുക്കിങ്ങിൻ്റെ സ്റ്റാറ്റസ് നോക്കുകയാണെങ്കിൽ റെക്കോർഡ് എന്ന് തന്നെ പറയാം. മണിക്കൂറുകൾ 11,000-12,000-ഓളം ടിക്കറ്റുകളാണ് വിറ്റുപോയിക്കൊണ്ടിരിക്കുന്നത്. എല്ലാ സ്ഥലങ്ങളിലും റെഡ് അലേർട്ട് എന്ന് തന്നെ പറയാം. ഓറഞ്ച് അല്ല, റെഡ് അലേർട്ട് എന്ന് തന്നെ എടുത്ത് പറയേണ്ട ഒരു കാര്യമുണ്ട്. ഇപ്പം എറണാകുളം മാത്രമല്ല, ബാക്കി സ്ഥലങ്ങളിൽ നോക്കിയാലും അങ്ങനെ തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. സിനിമ 5ഓളം ഭാഷകളിലാണ് വരുന്നത് എന്നാണ്, അല്ലെങ്കിൽ വന്നിരുന്നതായിട്ടാണ് അറിയാൻ കഴിയുന്നത്. പക്ഷേ 2 സ്ഥലങ്ങളിൽ മാത്രമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഹിന്ദിയും അതേപോലെ മലയാളവും മാത്രമാണ്. ബാക്കിയൊന്നും നമുക്കതിന് ലാംഗ്വേജ് സ്പെസിഫിക് ആയിട്ട് അറിയാൻ കഴിയുന്നത്. എന്തായാലും കേരളത്തിൽ നോക്കുമ്പോൾ കൊടൂരമായിട്ടുള്ള ബുക്കിംഗ് ആണ്. ഇന്നും എക്സ്ട്രാ ഷോസ് ആഡ് ചെയ്യുന്നു. ഇന്നലെ വെളുപ്പിനെ 1 മണിക്ക് വരെ ഷോസ് ആഡ് ചെയ്തിരുന്നു എന്നുള്ളത് നമ്മൾ ഇന്നലെ തന്നെ വീഡിയോ ചെയ്തതാണ്. എന്തായാലും ഗംഭീരമായിട്ടുള്ള ഒരു തൂക്കാണ്. അതായത് ആദ്യ ദിനം ഇതുവരെ നമുക്ക് ലഭ്യമായ വിവരങ്ങൾ അനുസരിച്ച്, അതായത് ഒഫീഷ്യലായിട്ടുള്ള കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടില്ല, ലഭ്യമായ ട്രാക്കേഴ്സ് മുഖാന്തരമുള്ളതനുസരിച്ച് ഫൈനലായിട്ട് 974 ഷോകളിൽ നിന്ന് 89.5% ഒക്യുപ്പൻസിയിൽ, അതായത് ഒരു തിയേറ്ററിൽ നോക്കുക, ഫ്രണ്ട് റോസ് ഒഴികെ ബാക്കി എല്ലാ ഫുള്ള് എന്നുള്ള ലെവലിൽ നിൽക്കുന്ന ഒരു കാര്യമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. 340 മുകളിലുള്ള ഹൗസ്ഫുൾ ഷോസാണ് ട്രാക്കേഴ്സ് പറഞ്ഞിരുന്നത്. 700 മുകളിലുള്ള ഹൗസ്ഫുൾ ഷോസ് ഉണ്ടാകാം എന്നുള്ളത് തന്നെ പ്രതീക്ഷിക്കാം. ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നു 3,69,00,000 രൂപയാണ് ട്രാക്കേഴ്സ് മുഖാന്തരം പുറത്ത് വന്നിരിക്കുന്നത്. അതായത് കേരള ഗ്രോസ് 450 മുകളിൽ, ഒരു പക്ഷേ 5 കോടിക്ക് മുകളിൽ ഉണ്ടാകാം എന്നുള്ളത്. 4.5 കോടി ഓക്കെ എന്ന് തന്നെയാണ് നമുക്ക് 5-6 കോടി. ഒരു പക്ഷേ ടർബോയുടെ കളക്ഷൻ റെക്കോർഡ് ഇവിടെ ഈ സിനിമ തൂക്കുമായിരിക്കാം, റെക്കോർഡ് തകർക്കുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണ് നമുക്ക് തോന്നുന്നത്. വേറെ ഒരു സിനിമയും ഇതുവരെ ടർബോയുടെ റെക്കോർഡ് ഈ ഒരു വർഷം ഇതുവരെ തകർക്കാൻ കഴിഞ്ഞില്ല. പുഷ്പ വന്നിട്ട് പോലും അതിൻ്റെ താഴെ മാത്രമാണ് നിൽക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഒരു പക്ഷേ ടച്ച് ചെയ്യാം എന്നുള്ളത് മാത്രമാണ് പ്രതീക്ഷ. അല്ലെങ്കിൽ വീണ്ടും ടർബോ തന്നെയായിരിക്കും രാജാബായി മുന്നോട്ട് പോകുന്നത്. ഇവിടെ വേൾഡ് വൈഡ് ആയിട്ടുള്ള മികച്ച ഒരു റെസ്പോൺസ് തന്നെയാണ് സിനിമയ്ക്ക് കിട്ടിയിരിക്കുന്നത്. റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് മാത്രമായി സിനിമ 50 ലക്ഷം രൂപയ്ക്കും 1 കോടിക്കും ഇടയിലുള്ള കളക്ഷൻ നേടുകയും ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. രണ്ടാം ദിവസം ശനിയാഴ്ച ഗംഭീരമായിട്ടുള്ള ബുക്കിംഗ് തന്നെയാണ്. ഒരു പക്ഷേ പ്രിഡിക്റ്റ് ചെയ്യപ്പെടുന്ന എമൗണ്ട് എന്ന് പറയുന്നത് കേരളത്തിൽ നിന്ന് മാത്രം 4 കോടിയാണ് എന്നുള്ളതാണ്. അതായത് 2 ദിവസം കൊണ്ട് കേരള കളക്ഷൻ 9 കോടിക്ക് മുകളിലേക്ക് എത്തുന്നു. വേൾഡ് വൈഡ് ആയിട്ട് സിനിമ ആദ്യ ദിനം 10 കോടി ടച്ച് ചെയ്യപ്പെട്ടിട്ടുണ്ടാകാം എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. 9-10 കോടി തന്നെയാണ് സിനിമയുടെ ആദ്യ ദിനത്തെ കളക്ഷൻ റിപ്പോർട്ടുകളായിട്ട് സൂചിപ്പിക്കുന്നതും. അങ്ങനെ വരികയാണെങ്കിൽ 2 ദിവസം കൊണ്ട് സിനിമ ഏകദേശം 18 കോടിക്ക് മുകളിലായിരിക്കാം വരാൻ പോകുന്നത്. അതായത് സിനിമ ഒരു രക്ഷയുമില്ലാത്ത ലെവലിലുള്ള ഒരു ബുക്കിംഗ് ആണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്ന. ട്രെൻഡിങ്ങിലാണ് സിനിമ നിൽക്കുന്നത്. സിനിമയ്ക്ക് ഇതിനോടകം തന്നെ ഏറ്റവും മികച്ച ഒരു റെസ്പോൺസ് തന്നെയാണ് ലഭിച്ചിരിക്കുന്നത്. അതായത് ഈ ഒരു ജോണറിൽ, അതായത് എല്ലാവർക്കും പെടുമെന്നല്ല ഇതിനകത്തിൽ എടുത്തു പറയുന്നത്. ഈ ഒരു ജോണർ ഇഷ്ടപ്പെടുന്ന, ഹെവി വയലൻസ് ഇഷ്ടപ്പെടുന്ന, ഇതുവരെ മലയാള സിനിമ കണ്ടിട്ടില്ലാത്ത വയലൻസ്, ഇതുവരെ നമ്മൾ അങ്ങനെ ഒരു സിനിമയും കണ്ടിട്ടില്ല മലയാളത്തിൽ. ചിലർക്കൊന്നും ഈ സിനിമ കണ്ടിരിക്കാൻ കഴിയില്ല എന്നുള്ള, എത്രത്തോളം സിനിമയാണ് എന്ന് പറഞ്ഞാൽ പോലും. എന്താണേലും ഗംഭീരമായിട്ടുള്ള ബുക്കിങ്ങിലൂടെ തന്നെയാണ് സിനിമ കുതിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്ന് നിങ്ങൾ ആരൊക്കെയാണ് ഈ സിനിമ കാണുന്നത് എന്നുള്ളതെന്ന് കമൻസിലൂടെ രേഖപ്പെടുത്താം. എന്തായാലും ഒഫീഷ്യൽ കളക്ഷൻ വരുന്നതോടുകൂടി തന്നെ നമ്മൾ അതിൻ്റെ കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തുവിടുന്നതാണ്. നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരണം. ഗ്രേ മീഡിയാസ്.